സിനിമ ആദ്യം ഞാൻ 6 മണിക്ക് വന്നപ്പോ ഭയങ്കര ഒരു നിരാശയിൽ പോയതായിരുന്നു. എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല 6 മണിക്ക് രാവിലെ. ഞാൻ ബോംബെന്നാണ് വന്നത്. അപ്പോ ഞാന് അന്നേരം തൊട്ട് ട്രൈ ചെയ്യുമായിരുന്നു. 9:30 ഷോ കിട്ടി ഇപ്പൊ രാവിലത്തെ. വളരെ വേറൊരു ലെവൽ L3 ഒരു തുടക്കം വെച്ചിട്ടുണ്ട്. പിന്നെ മുരളി ഗോപിയുടെ റൈറ്റിംഗ് നന്നായിട്ടുണ്ട്. മ്യൂസിക് നമുക്ക് എണ്ണക്കാൻ തോന്നില്ല, അത്രയും നന്നായിട്ട് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ലുക്ക് കിടിലൻ ലുക്ക്, ലാലേട്ടൻ രക്ഷയില്ല. പിന്നെ അത്ര തന്നെ ഒരു ലെവലില് പൃഥ്വിരാജും ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങ് ഇൻവോൾവ് ആയി പോകും. സെക്കൻഡ് ഹാഫ് ആണ് പടം പൊക്കുന്നത്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടിലും സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് ഇൻവോൾവ് ആയി പോകും. ഫുൾ ജസ്റ്റിസ് ലൂസിഫറിന്റെ ആ ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഞാന് എന്താണ് ഓരോ ദിവസവും യങ് ആയിക്കൊണ്ടിരിക്കുന്ന പോലെ ലാലേട്ടൻ തോന്നുന്നു. ഒരു 47 ഇയേഴ്സ് നമ്മുടെ ആ ഒരു ചെരിഞ്ഞ തോളയിൽ തന്നെ ഇപ്പോഴും ഇൻഡസ്ട്രിയെ കൊണ്ടുപോകുന്നതിന് ഹാറ്റ്സ് ഓഫ് ആണ്. ആൻഡ് ഓവറോൾ കിടലം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു പാൻ ഇന്ത്യൻ മൂവി എന്നുള്ള രീതിയിലേക്ക് ലേബലിലേക്ക് വന്നിട്ടുണ്ടോ? പാൻ ഇന്ത്യൻ ആക്ച്വലി പാൻ ഇന്ത്യൻ ആണോ പാൻ വേൾഡ് ആണോ? അല്ലല്ല, നമുക്ക് ഇന്റർനാഷണൽ എല്ലാ ഗൾഫിലും അങ്ങനൊക്കെ കിട്ടും മലയാളി ഓഡിയൻസ്. പക്ഷെ ഹിന്ദിയില് എന്താണ് ലൂസിഫറുടെ ഒരു ഫസ്റ്റ് നമ്മൾ റിലീസ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ ഹിന്ദിയില്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് കാണും. അപ്പൊ അത്രയ്ക്ക് വരില്ല. പക്ഷെ L3 ഇതൊരു തുടക്കമാവട്ടെ. പൃഥ്വിരാജിന്റെ ഒക്കെ ഡയറക്ഷൻ ഒക്കെ എത്രത്തോളം ഗംഭീരമായി? എനിക്ക് മുരളി ഗോപിയുടെ റൈറ്റിംഗ് വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഡയറക്ഷൻ അത്ര ആ ലെവൽ വരെ എത്തിച്ചിട്ടുണ്ട്. പുള്ളി നിരാശപ്പെട്ടിട്ടില്ല. ഏതായാലും ഈ വർഷത്തെ ഇൻഡസ്ട്രി ഇട്ടായിരിക്കും. ഇത് ലൂസിഫർ ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. ലൂസിഫർ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. ഇത് പൊളിറ്റിക്കൽ ഡ്രാമയാണ്, ആക്ഷൻ ആണ്. അത് ലൂസിഫർ കേരളത്തിലാണെങ്കിൽ ഇത് വേൾഡ് മൊത്തത്തിലായിരിക്കും. ഇത് 2 സ്റ്റോറിയാണ്. രാഷ്ട്രീയമുണ്ട്, റിവെഞ്ച് സ്റ്റോറിയും പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഫുൾ രാഷ്ട്രീയമല്ല. ഇൻട്രസ്റ്റിംഗ് ആണ് സബ്ജക്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായിരിക്കാം സിനിമ എനിക്കാണെങ്കിൽ എന്റെ ലാലേട്ടൻ ഇങ്ങനെ നടക്കുക, ബാക്ക് ഷോട്ട് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹരമാണ്. എനിക്ക് ആ ഒരു ലുക്കും അതെല്ലാം ആണ്. പിന്നെ മേക്കിംഗ് ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജും അവരുടെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, മോഹൻലാലും പൃഥ്വിരാജും ഒരു ഫ്രെയിമിൽ വരുമ്പോ ആ ഒരു എലവേഷൻ തരും. അതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. കൈയടിച്ചു. ഡാൻസ് എനിക്ക് തോന്നുന്നു രാവിലെ ഡാൻസ് ചെയ്യാൻ, പക്ഷെ അങ്ങനെ ഐറ്റം നമ്പറോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. എത്ര ആവശ്യം അത്രയും മാത്രം. ഒരു സോങ് പോലും ഇല്ല. ലൂസിഫറിൽ ഒരു ഐറ്റം സോങ് എങ്കിലും ഉണ്ടായിരുന്നു, ഒരു സോങ് ഇല്ല. ഫുൾ പടം ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് എടുത്തേക്കുന്നത്. അപ്പൊ എന്താണ് ദീപ്തി. ഞാൻ ഇതിനായിട്ട് ബോംബെന്ന് വന്നതാണ്. സൂപ്പറാണ്, എക്സലന്റ് ആണ്. ഞാൻ പലതരം മെനി ടൈം ടോൾഡ്. കാരണം ഒരു ഡിഫറെന്റ് ആണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി മൂവി. കാരണം ഒരു സ്പെഷ്യൽ മേക്കിംഗ്, പിന്നെ പൃഥ്വിരാജിന്റെ സ്പെഷ്യൽ ഡയറക്ഷൻ, ടാലന്റ്, മുരളി ഗോപിയുടെ ഒരു ബ്രില്യന്റ് സ്ക്രീൻ പ്ലേ, എവറിത്തിങ്, മ്യൂസിക് ഓൾസോ. പിന്നെ നമ്മളൊരു ഇംഗ്ലീഷ് പടം കാണുന്ന പോലെ തന്നെയാണ്. മുരളി ഗോപിയുടെ ഈ റൈറ്റിംഗിന്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ എത്രത്തോളം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എൻറ്റയർലി ഡിഫറൻസ് ആണ് മറ്റേ ലൂസിഫറിനെക്കാട്ടെ. കാരണം അത് അവര് പിന്നെ കുറെ മറ്റേ രസമാണ്. കാരണം ഇതേവരെയും കണ്ടിട്ടില്ല, ഇതേവരെയും കാണാത്തൊരു വിഷ്വലും, പിന്നെ ലാലേട്ട അപ്പിയറൻസ്, പിന്നെ ആക്ടിങ്ങും. ഒരുപാട് ഫൈറ്റ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു കാരണം വ്യത്യസ്തമായ ആ ഫൈറ്റ്, ആ സിറ്റുവേഷനിൽ ആ കാണിക്കേണ്ട ആ ഫൈറ്റാണ്. ട്രെയിലറിൽ ലാലേട്ടൻ മറ്റേ ഒരു ബാക്കിലൊരു മരത്തില് ഉള്ളൊരു സീൻ ഉണ്ടല്ലോ, അതൊക്കെ എത്രത്തോളം? കാട്ടിനുള്ളിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അത് സൂപ്പറാണ്. അതാ എൻ്റെ നമുക്കൊരു ത്രില്ലിംഗ് ആണ്. കാരണം അത് ലൂസിഫറിൽ പോലെ തന്നെ മറ്റേ ഈ മഞ്ജുവാരനെ രക്ഷിക്കാൻ അല്ലേ, മഞ്ജുവാരനെ ഇങ്ങനെ കുറെ റൗഡികൾ ഫോളോ ചെയ്യുമ്പോ സോറി അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആ ഒരു ഫൈറ്റ് നല്ല സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടു ശരിക്കും സിനിമ? വെരി ഗുഡ്, ഐ ലൈക്ക് സോ മച്ച്.
കാരണം നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇല്ല. കാരണം ഇത് ഇന്റർനാഷണൽ ഒരു പാൻ ഇന്ത്യ, കാരണം പൃഥ്വിരാജ് അത് മനഃപൂർവ്വം ചെയ്തേക്കുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ. മലയാള സിനിമ ഒരു അംബാസഡറായി മാറിക്കഴിഞ്ഞല്ലോ. അത് പിന്നെ നമുക്ക് തോന്നുന്ന ചെറിയ കേരളം, ഇത് ഇന്റർനാഷണൽ ലെവലിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അതായത് ബിഗ് ബഡ്ജറ്റ് പടമാണ് അവർക്ക്, ബിഗ് സ്ക്രീൻ, അതായത് അവര് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. നമ്മ ചെറിയ പടം എന്ന് പറയും, പക്ഷെ നമ്മ ചെറുതെന്ന് പറയുമ്പോ അത് വലുതായിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മ അറിയാതെ തന്നെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിക്ക് കുറെ കാട്ടി ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ഓഡിയൻസ് ഉണ്ട്.